ദഹീബങ്കൻ 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 എന്താണത്, ആരാണത് എന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഇതൊരു ബംഗാളി പ്രോഡക്റ്റ് ആണ്. എന്നാലും നമ്മൾ ഇത് കേരളത്തിൽ ഇറക്കുമതി ചെയ്യും. ഈ ദഹീബങ്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കഴുകി വൃത്തിയാക്കിയ 3 ബ്രിഞ്ചാൾ ഇതുപോലെ ഒന്ന് കനത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴന്ന് കുഴച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് പൊട്ടിച്ച് ഓരോ ബ്രിഞ്ചാളായിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഓരോന്ന് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അത് കോരി മാറ്റുക. അതിനുശേഷം കുറച്ച് കട്ട തൈര് എടുക്കുക. അത് ഇതുപോലെ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം ആ ഫ്രൈ ആക്കിയ ആ ബ്രിഞ്ചാൾ അതിലേക്കിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി അതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ച് ആ കൂട്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാ കൂട്ടരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ ബംഗാളിനെ മാത്രം ഇറക്കിയാൽ പോരല്ലോ, അവരുടെ കുറച്ച് പ്രോഡക്റ്റെങ്കിലും നമ്മളിവിടെ ഇറക്കണ്ടേ. ബംഗാളിനെ ഇഷ്ടമില്ലെന്നും പറഞ്ഞ് ആരും ഈ റെസിപ്പി ട്രൈ ചെയ്യാതെ പോകരുതേ. വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആണ്. വെജിറ്റബിൾസ് അധികം കഴിക്കാത്ത കൊച്ചു കൂട്ടുകാർക്കും ഇത് വളരെയധികം ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോംബോയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, ടാറ്റാ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ.